മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. തട്ടുപാറ പള്ളിയിൽ 40-ാം വെള്ളിയാചരണവും പുതുഞായർ തിരുനാളും ആരംഭിച്ചു. മേരിഗിരി തട്ടുപാറ പള്ളിയിൽ നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. വികാരി ഫാദർ ബാബു ജോസഫ് കളത്തിലിന്റെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും വിശ്വാസികൾ കുരിശിന്റെ വഴി ചൊല്ലി മല കയറുന്നു. മാർച്ച് 27-ാം തീയതി മഞ്ഞപ്ര ഫെറോന തലത്തിൽ 40-ാം വെള്ളിയാചരണം നടക്കും. മുരിങ്ങെടുത്തുപാറ കപ്പേളിൽ നിന്ന് കുരിശുമുടിയിലേക്ക് തീർത്ഥാടനം നടത്തി സമൂഹ ബലിയും അർപ്പിക്കും. ഏപ്രിൽ 11, 12 തീയതികളിൽ പുതുഞായർ തിരുനാൾ ദിവ്യബലി, പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവയോട് കൂടി ആഘോഷിക്കും. ആഘോഷങ്ങളിൽ രൂപത ബിഷപ്പുമാരും വൈദികരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ബാബു ജോസഫ് കളത്തിൽ, കൺവീനർ ഡേവിസ് മരോട്ടിക്കൽ, കൈകാരന്മാരായ ജോസ് തോട്ടക്കര, സെബി ചക്രംപള്ളി, വൈസ് ചെയർമാൻ ജോളി മാടൻ, പബ്ലിസിറ്റി കൺവീനർ ബൈജു ചിറ്റിനപ്പള്ളി, ഡേവിസ് ചിറയത്ത് എന്നിവർ പങ്കെടുത്തു. മലയാറ്റൂരിലേക്കും മൈലാപ്പൂരിലേക്കും എല്ലാം കടന്നുപോയ വഴിയിലുള്ള ഒരു ദേവാലയമാണ്. നൂറ്റാണ്ടുകളായിട്ട് ക്രൈസ്തവരും അക്രൈസ്തവരുമായിട്ടുള്ള ആളുകളൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയും അവിടെ വന്ന് ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്തിരുന്ന ഒരു ഇടമാണ് തട്ടുപാറ കുരിശുമുടി എന്നത്. 1925 അവിടെ ഒരു ദേവാലയം ഉയരാനും അത് വന്ന് വെഞ്ചരിക്കാനും കാരണമായത് അതിന് മുമ്പുണ്ടായിരുന്ന അതിൻ്റെ പൈതൃകമാണ്. അന്നത്തെ എറണാകുളം മെത്രാപ്പോലീത്ത ആയിരുന്ന തിരുവന്യമാർ കണ്ടത്തിൽ അഗസ്തീനോസ് തിരുമേനിയാണ് 1925 ആ പള്ളി വന്ന്, ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന പള്ളി വന്ന് വെഞ്ചരിച്ചത്. പിന്നീട് അതിൻ്റെ ചുറ്റുപാടുകളിൽ ഉണ്ടായിരുന്ന പാറമടകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് കേടുപാടുകളൊക്കെ ആ പള്ളിക്ക് സംഭവിച്ചെങ്കിലും ഇന്നും ആ പള്ളി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ അവിടെ തുടരുകയാണ്. ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും പാറമടയുടെ പ്രവർത്തനങ്ങളും ഒക്കെ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ ദേവാലയം തുടരുന്നതിൻ്റെ ഒരു കാരണം സെൻറ് തോമസിൻ്റെ ആ സാന്നിധ്യം തന്നെയാണ്. അവിടെ കടന്നുപോയി ആ ഒരു സ്ഥലത്തിന് അത്രയേറെ പ്രാധാന്യം ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ നോമ്പുകാല ബൈബിൾ കൺവെൻഷൻ നടത്തുകയുണ്ടായി. ഇപ്പോൾ 40-ാം വെള്ളിക്ക് യേശുക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ ഉപവാസത്തെ പ്രാർത്ഥനയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ് നോമ്പുകാലത്ത് ക്രൈസ്തവർ 40-ാം വെള്ളി ആചരിക്കുന്നത്. ആ 40-ാം വെള്ളിക്ക് ഈ വർഷം 27-ാം തീയതി, മാർച്ച് മാസം 27-ാം തീയതി വൈകുന്നേരം മഞ്ഞപ്ര പ്രദേശത്തുള്ള വിവിധ പള്ളികളിൽ നിന്ന് മഞ്ഞപ്ര ഫെറോന വികാരി ബെർഡോറൻ ഫാദർ ഡോക്ടർ വർഗീസ് കൊട്ടയ്ക്കലിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഇടവകളിൽ നിന്നുള്ള വൈദികരും സന്യസ്തരും അൽമായരും എല്ലാം ചേർന്ന് തട്ടുപാറ തീർത്ഥാടനം നടത്തുകയാണ് ഈ 40-ാം വെള്ളി. തട്ടുപാറയിലേക്ക് 6 മണിക്ക് പെരിങ്ങാടത്തുപാറ സെൻറ് ആന്റണീസ് കപ്പേളിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടനം തട്ടുപാറയിലെത്തി തട്ടുപാറയിലെ പള്ളിയുടെ മുറ്റത്ത് ആഘോഷമായ ദിവ്യബലി നടത്തിയതിനു ശേഷം എല്ലാവർക്കും നേർച്ചക്കരി നടക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ കുരിശിൻ്റെ വഴിയുമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്ന് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് തട്ടുപാറയിലേക്ക്. ഓരോ ദിവസവും കേട്ടെത്തുന്ന ആളുകളൊക്കെ അവിടെ വന്ന് കുരിശിൻ്റെ വഴി എത്തിച്ച് മല കയറി പ്രാർത്ഥിച്ച് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ കുരിശുമലയിലേക്കാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കാലടി.